ഹായ് കൂട്ടുകാരെ, തക്കാളി ചോറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ വലിയ ഒരു സവാള വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നാം ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, 4 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഇഞ്ചി 2 കഷ്ണം. ഇത് വൃത്തിയായി ചതച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മൊരിച്ചെടുക്കണം. ഇതിൻ്റെ മണമെല്ലാം പോയി നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറിന് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ പച്ചമണമൊക്കെ പോയി നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തീ ഒന്ന് താത്തി കൊടുത്ത ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൊടുക്കാം. തീ നല്ലപോലെ താഴ്ത്തി കൊടുക്കണം. രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് ചോറിന്. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി മറിക്കാം. ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി മൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ ഇത് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചോറ് റെഡിയായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൽ ഉപ്പ് പാകമാണ്. ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത്. ഉപ്പ് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ തൈരെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കും വിധം നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇത് ചോറ് കൊണ്ടുപോകാൻ. ഇത് വലിയ നാരകത്തിൻ്റെ ഇലയാണ്. ഇത് നമുക്ക് പിച്ചിപ്പറിച്ച് ഇതിൻ്റെ മുകളിലിട്ട ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനൊരു നല്ല മണമാണ് ഈ നാരകത്തിൻ്റെ ഇലയ്ക്ക്. ഇതൊന്ന് വേവും വിധം നമുക്ക് ഇത് അടച്ചു കൊടുക്കുകയും വേണം. ഇപ്പം ഞാനിത് എല്ലാ ഭാഗത്തും ഇളക്കി ശരിയാക്കിയിട്ടുണ്ട്. തീ താഴ് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ഇല വേവും വിധം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നാരകത്തിൻ്റെ ഇലയുടെ. ഇനി ഇതൊന്ന് മറിച്ചു കൊടുക്കാം. അപ്പം നല്ല ചോറായിട്ടുണ്ട്. ചോറ് വേവണം. വെന്തിട്ടില്ലെങ്കിൽ വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല പോലെ വേവണം. ആഹാ, നല്ല മണം. ഇതൊക്കെ കുറഞ്ഞ തീയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു നല്ല ഉപ്പേരിയോ മീൻ വറുത്തതോ ചിക്കൻ ഫ്രൈയോ ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയി സ്കൂളിൽ നിന്നൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.